ആദ്യത്തെ ഫാമിലി അങ്ങ് സ്വാഗതം ചെയ്തു കളയാം. സോ ലെറ്റ്സ് വെൽക്കം ടീം തീര. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമധുരം ദേവാങ്കണം മോക്ഷസംഗീത. ഹായ്. ഹലോ. ഒരു ഫാമിലിക്കും കൊടുക്കാത്ത ഒരു സ്ലോ ഒരു അങ്ങനത്തെ ഒരു പാട്ട്. ബാക്കി എല്ലാരും ഇവിടെ തുള്ളി കളിച്ച് വരുമ്പോ ഇവർക്ക് മാത്രം ഒരു അതാണ് ഈ ഫാമിലിയിലെ ഒരാളുടെ ഒരു പ്രത്യേകത, ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ദാ ഈ ഫാമിലിയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീദേവി ചേച്ചിയെ കണ്ടോ? ശ്രീദേവി ചേച്ചിയാണ് കുറേ വർഷമായിട്ട് നമ്മുടെ മലയാളികളുടെ സന്ധ്യാസമയത്ത് അവരുടെ വീട്ടിലേക്ക് ആ ഒരു ശബ്ദം, സന്ധ്യാദീപം എന്ന അമൃത ടിവിയിലെ വളരെ വർഷങ്ങളായിട്ട് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന്റെ പാട്ട് ഏകദേശം ഒരു 13 വർഷത്തോളം ചേച്ചിയാണ് പാടിയത്. അപ്പോൾ ചേച്ചിയുടെ ആ ശബ്ദം കേട്ടിട്ടാണ് ഒരുപാട് വീടുകളിൽ സന്ധ്യയ്ക്ക് അവർ നാമം ജപിച്ചതും വിളക്ക് വെച്ചതും ഒക്കെ അല്ലേ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. കാരണം 13 വർഷത്തോളം ഒരു വ്യത്യാസമില്ലാതെ എൻ്റെ ശബ്ദത്തിലൂടെ തന്നെ എല്ലാ സന്ധ്യകളിലും സന്ധ്യാദീപം കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിലേക്ക് എൻ്റെ ശബ്ദത്തിൽ അതിങ്ങനെ കേൾക്കാന്ന് പറയുന്നത് ഒരു ഗായിക എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം തന്നെയാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ രണ്ടുപേര് പാടാമോ? ലൈവായിട്ട് കേൾക്കാനാ. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിന്നിൻ പ്രസാദം. നമ്മള് ചിത്രചേച്ചിയുടെ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഫീലിംഗിലേക്ക് കൊണ്ടുപോയി. വോയിസ് ഒക്കെ ഒരു സിമിലാരിറ്റി ഉള്ള പോലെ അല്ലേ? ഇപ്പൊ ആ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ചിത്രചേച്ചിയുടെ പാട്ടിലൂടെയാണ്. കുറച്ച് നാളായിട്ട് ചിത്രചേച്ചിയാണ് ആ പാട്ട് പാടുന്നത്. അതിന് മുൻപ് വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ശബ്ദം ശ്രീദേവി ചേച്ചിയുടെ ആയിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം നേരിട്ട് ചേച്ചിയും ഫാമിലിയും ഒക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ. ആൻഡ് നമ്മുടെ സൂപ്പർ ഫാമിലിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് വർഷ വിക്രം. നിങ്ങളുടെ ഇദ്ദേഹത്തിന്റെ എന്റെ ചേച്ചിയാണ്. യെസ്, അത് എന്റെ ഭാര്യയാണ്. എന്റെ ചേച്ചി തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മ്യൂസിക് പഠിക്കാൻ പോയി. ചേച്ചി സൂപ്പർ സീനിയറായി. സൂപ്പർ സീനിയർ ആയ സമയത്ത് ചേച്ചിയെ പോലൊരു കുട്ടീനെ എന്റെ ചേച്ചി കണ്ടു. അത് കറങ്ങി തിരിഞ്ഞ് എന്റെ ഭാര്യയായി മാറി. അത് ആക്ച്വലി ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. അപ്പം അവളുടെ അച്ഛനും അമ്മയും അവളെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ വരുന്ന സമയത്ത് ഞാനടക്കമുള്ള 2-3 സീനിയേഴ്സ് ഉണ്ട് അവിടെ. അപ്പം അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിരുന്നു ഒരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവള് ഇതുവരെ വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ടു നിന്നിട്ടില്ല, ഏൽപ്പിക്കുകയാണ്, നോക്കണേന്ന് പറഞ്ഞു. അതിപ്പോഴും ഞാൻ നോക്കുന്നുണ്ട്. എന്നാലും കുറച്ച് കൂടുതൽ ചേച്ചി ഒരു നോട്ടം ഉണ്ട് അല്ലേ? അനിയന്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിലും ഒരു നോട്ടം ഇങ്ങനെ ഉണ്ട് ചേച്ചിയുടെ. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതേതായാലും കൊള്ളാം. ചെറുപ്പം മുതലേ എൻ്റെ അടുത്തും നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടീനെയാണ് കല്യാണം കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റ ഉത്തരം മാത്രമാണ്, ചേച്ചിയെ പോലെ ഒരു പെൺകുട്ടി. അയ്യോ, ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ തന്നെയാണ്, ചേച്ചിയെ പോലെ. അപ്പൊ ഇനി നമുക്ക് ഇദ്ദേഹത്തെയാണ് ഇനി എനിക്ക് പരിചയപ്പെടാനുള്ളത്. പ്രേത കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബില് ബേപ്പൂർ സുൽത്താൻ, എനിക്ക് ആ ഒരു പേരിൽ തന്നെയാണ് എല്ലാവരും അതായത് ചേട്ടൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും ചേട്ടന് ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായതും ഒക്കെ. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ഈ ബേപ്പൂർ സുൽത്താൻ? അതിനെ കുറിച്ച് പറയൂ. ബേപ്പൂർ സുൽത്താൻ 2017 മുതൽ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ബേപ്പൂർ സുൽത്താൻ എന്നുള്ള ചാനലിൻ്റെ പേര് ശരിക്കും ബേപ്പൂർ സുൽത്താൻ ഒരു പരകായ പ്രവേശം എന്നാണ്, അതായത് ആസ്ട്രൽ പ്രൊജക്ഷൻ. എൻ്റെ തറവാടിൻ്റെ തൊട്ടടുത്താണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്. അദ്ദേഹമാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. എപ്പോഴോ ഒരു ദിവസം എനിക്ക് കഥ പറയാൻ പറ്റിയതാണ്, അല്ലാതെ ഞാൻ ചെറുപ്പം മുതലേ കഥ പറയുന്ന ഒരാളൊന്നല്ല. സോ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ശ്വസിച്ച വായു ഞാനും ശ്വസിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോഴും പലപ്പോഴും ആ ഒരു മാംഗോസ്റ്റിൻ മരത്തിന്റെ താഴെ ചെല്ലുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പ്രേതം ഉണ്ട് എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന ഒരു പേരിടുന്നത്. പക്ഷെ തുടക്കത്തിലൊന്നും ഞാൻ കഥ പറയുന്ന ഒരാളായിരുന്നില്ല, പക്ഷെ എല്ലാത്തിലും ഒരു കഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം വഴിമാറുന്ന കാര്യം പറഞ്ഞല്ലോ, ചരിത്രം എന്നെ സംബന്ധിച്ചിട്ട് എന്നെ കണക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. എനിക്ക് പഠിക്കുന്ന കാലത്ത് തീരെ ഇഷ്ടമില്ലാത്തൊരു വിഷയമായിരുന്നു
എനിക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടുന്ന ഒരു വിഷയമായിരുന്നു ചരിത്രം. ചരിത്രം. പക്ഷെ ഇന്ന് ഞാൻ ജീവിക്കുന്നത് ചരിത്രം വെച്ചിട്ടാണ്. അപ്പം ബേപ്പൂർ സുൽത്താനിലൂടെ ചരിത്രം പറഞ്ഞു, ചരിത്രത്തിലൂടെ കഥകളിലേക്ക് വന്നു, കഥകളിലൂടെ പാരാസൈക്കോളജിയിലേക്ക് വന്നു, പാരാസൈക്കോളജിക്ക് കൂടുതൽ ആളുകളുണ്ടായി, കേൾക്കാൻ താല്പര്യമുണ്ടായി. പിന്നെ എൻ്റെ ഉള്ളിൽ ചെറിയൊരു ആർട്ട്, ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ കുറച്ച് ഗ്രാഫിക്സും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും സൗണ്ട് എഫക്ട്സ് ഒക്കെ കൂടി ചേർത്ത് പേടിപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 3 വർഷം കൃത്യമായിട്ട് ഞാൻ പേടിപ്പിച്ചു. ആ 3 വർഷം കൊണ്ട് ഇന്ന് എൻ്റെ ഫാമിലി 5.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു വലിയ ഫാമിലിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കഥ ഇട്ട് തരൂ? ഉറപ്പായിട്ടും ഞാനൊരു കഥ പറയും. അയ്യോ, കഥ പറയുന്നതിൽ തന്നെ ഒരു പേടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, ഇതൊരാളുണ്ടല്ലോ നമ്മൾ പരിചയപ്പെട്ടില്ല. ഹായ് ഡിയർ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലായിട്ട് എന്താണ് വിശേഷം? പേര് പറയൂ. ഏകലവ്യൻ. ഏകലവ്യൻ. ഭയങ്കര പേരാണല്ലോ. ഇനി നമുക്ക് ഈ നാത്തുമാരുടെ ഒരു പാട്ട് കേൾക്കണ്ട മിയ? കേൾക്കാം. യെസ്, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാട്ട്. പാഹി മുകുന്ദ ഹരേ